ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയൊക്കെ വിദേശകാര്യ വിഭാഗത്തിൽ യാത്രകളിലൊക്കെ ഇടക്കാലത്ത് ഈ ജോർജ് കൂവക്കാടിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സെക്രട്ടറി പദവി അല്ലേ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. ഒക്ടോബർ 6-ാം തീയതി കർദിനാൾ പ്രഖ്യാപനം വരുമ്പോൾ വലിയ ആഘോഷത്തോടു കൂടിയാണ് ചങ്ങനാശ്ശേരിയും കേരളത്തിലെ സീറോ മലബാർ സഭയും കത്തോലിക്ക സമൂഹവും ഒക്കെ ഇത് കേട്ടത്. കർദിനാൾ പദവിയിലേക്ക് ഇന്ത്യയിൽ നിന്നൊരു വൈദികനെത്തുന്നു എന്നുള്ളൊരു വാർത്ത. ഒരുപക്ഷെ യൂറോപ്പിനൊക്കെ മാത്രം ഒരു കാലത്ത് സാധ്യമായിരുന്നത് ഇന്ത്യക്ക് കേരളത്തിന് സാധ്യമാവുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അല്ലേ? കഴിഞ്ഞ 4 വർഷമായിട്ട് വത്തിക്കാൻ്റെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. അതിൽ പ്രധാനമായും മാർ കൂവക്കാടിനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടിരുന്നതെന്ന് പറയുക വിദേശ രാജ്യങ്ങളിലേക്കുള്ള മാർപ്പാപ്പയുടെ യാത്രകളുടെ ക്രമീകരണമായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ത്യയിലേക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിലേക്ക് അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ 2025 ഈ വരുന്ന വർഷം ജൂബിലി വർഷമായിട്ടാണ് ആചരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ മാർപ്പാപ്പ ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു ഹിന്റ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു.